വചനം നമ്മോട് ഘോഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നാം എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മലങ്കര സഭയുടെ ഒരു സുപ്രസിദ്ധ കൺവെൻഷൻ പ്രസിഡന്റ് കൂടിയായ റവറൻഡ് ഫാദർ തോമസ് വർഗീസ് അമേലച്ചനാണ്. സജി അച്ഛൻ അമേലച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അച്ഛന് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ വളരെ സുദീർഘമായ നിലയിൽ പ്രത്യേകിച്ച് അരമനപ്പള്ളിയുടെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. വൈദിക സെമിനാരി അധ്യാപകനാണ്. മലങ്കര ഓർത്തഡോക്സ് വൈദിക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു മികച്ച സംഘാടകനാണ്. അതിലുപരി മലങ്കര സഭയുടെ എല്ലാ കൺവെൻഷൻ വേദികളിലും അച്ഛൻ്റെ ശബ്ദം വളരെ സുപരിചിതമാണ്. അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രസിഡന്റായ തോമസ് അമേലച്ചനെ, സജി അമേലച്ചനെ ഈ വലിയ ദൈവിക ശുശ്രൂഷ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ സന്ധ്യയിൽ നടത്തുവാൻ നമുക്ക് ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ആദരവോടെ ഈ ദിവ്യമായ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൽ നിർവഹിക്കുവാനായിട്ട് ഞാൻ സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. കൽവരി ക്രൂശിന്മേ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. ഞാൻ എന്തുള്ളൂ യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. ഞാൻ എന്തുള്ളൂ യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. ദുഷ്ടരായൂരന്മാർ ഹിംസ ചെയ്തു നിന്നെ എത്രയോ, നീ പിടഞ്ഞു വേദനയതാലെ അതു എന്റെ കല്ലാരക്ഷതാ. ദുഷ്ടരായൂരന്മാർ ഹിംസ ചെയ്തു നിന്നെ എത്രയോ, നീ പിടഞ്ഞു വേദനയതാലെ അതും എൻ പേർക്കല്ലാരക്ഷതാ. ഞാൻ എന്തുള്ളൂ യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപരാ. ഞാൻ എന്തുള്ളൂ യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ
ഞാനെന്തുള്ളൂ യേശുപരാ. രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശിൽ അതിലോരോ തുള്ളികൾക്കു ഞാൻ എന്തു നൽകും മറുവിലയാ. രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശിൽ അതിലോരോ തുള്ളികൾക്കു ഞാൻ എന്തു നൽകും മറുവിലയാ. ഞാനെന്തുള്ളും 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 യേശുവരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുവരാ. ഞാനെന്തുള്ളും 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 യേശുവരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുവരാ. രക്തത്താൽ രക്ഷയും നൽകി എനിക്കു രക്ഷകൻ. ശിക്ഷയേറെ നീ സഹിച്ചേ മോക്ഷമാർഗം തുറന്നഴിക്കാം. രക്തത്താൽ രക്ഷയും നൽകി എനിക്കു രക്ഷകൻ. ശിക്ഷയേറെ നീ സഹിച്ചേ മോക്ഷമാർഗം തുറന്നിരിക്കാൻ. ഞാനെന്തുള്ളും 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 യേശുവരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുവരാ. ഞാനെന്തുള്ളും 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 യേശുവരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുവരാ. ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുവരാ. ഞാനെന്തുള്ളും 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 യേശുവരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുവരാ. ഞാനെന്തുള്ളും 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 യേശുവരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുവരാ. കുരുവിനും നീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കും വീടുകളെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ അണിഞ്ഞിരിക്കുന്ന ഞങ്ങൾ സമാധാനത്തോടെ തിരികെ പോകുവാൻ, തൃപ്തിയോടെ മടങ്ങുവാൻ, ഈ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങൾക്ക് നീ അവസരത്തെ നൽകുമാറാകണമേ. യാഹേ, നീ എന്റെ ദൈവമാകുന്നു. നിന്നെ ആരാധിപ്പാനായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. ഇഹത്തിലും പരത്തിലും അടങ്ങാത്ത നിന്നെ വാഴ്ത്തുന്ന നേരം കൃപമാരികളെ ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയണമേ. യാഹേ, നീ എൻ ദൈവം,
നിന്നെ ആരാധിപ്പാൻ വരുന്ന ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ ദൈവം നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ പരമതിലടക്കാത്ത നിന്നെ വാഴ്ത്തിടും നേരം വരിക വരിക കൃപമാരിപ്പോൾ ചൊരിക ദൈവം നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ ദൈവം നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ
ശക്തിയാൽ ശീലസമാനവിൽ ഒരുക്കണമേ വചനത്തിൻ ശക്തിയാൽ ശീലസമാനവിൽ ഒരുക്കണമേ പരമാത്മദാനം പകരണമേ ഉണർവിന്നതിൽ ഒഴുക്കണമേ പരമാത്മദാനം പകരണമേ ഉണർവിന്നതിൽ ഒഴുക്കണമേ ദൈവം നിന്നെ ആരാധിപ്പാൻ വളർന്നു ഞങ്ങൾ സന്നിധിയിൽ നിന്നെ ആരാധിപ്പാൻ വളർന്നു ഞങ്ങൾ സന്നിധിയിൽ മരമതിലടങ്ങാത്ത നിന്നെ വാഴ്ത്തിടും നേരം വരിക കൃപമാരി പൊറിച്ചൊരിക വരിക കൃപമാരി പൊറിച്ചൊരിക കൃപമാരി പൊറിച്ചൊരിക കൃപമാരി പൊറിച്ചൊരിക. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ആത്മീയ പിതാവും ഗുരുസ്ഥാനീയനുമായിരിക്കുന്ന അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധൻ്റെ പാദപീഠത്തിൽ ശരണം തേടി എത്തിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ ആമുഖ വാക്കുകൾക്ക് പ്രസക്തിയില്ല എന്ന ആത്മബോധം എന്നെ ഭരിക്കുന്നതുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുണ്യവാനായ പെരുവന്ന തിരുമേനിയുടെ സ്മരണാഞ്ജലികൾക്ക് മുമ്പിൽ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചിന്തകൾക്കായി നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വേദപുസ്തക പഠിതാക്കളും പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ വ്യാഖ്യാതാക്കളും നമ്മോട് പറയുന്നു, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ സാക്ഷ്യവാചകമായി അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ഏതെങ്കിലും എടുത്ത് പരിചയപ്പെടുത്തുവാനുണ്ടെങ്കിൽ അതിലേറ്റവും ആദ്യമായി പരിചയപ്പെടുത്തേണ്ട ഒരു വാക്യമാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. താൻ ആരായിരുന്നുവെന്നും താൻ ആരായിത്തീരുവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ എങ്ങനെ പൗലോസായി തീർന്നുവെന്നും ഒക്കെ ഉള്ള ദീർഘമായ അന്വേഷണങ്ങൾക്ക് ഒറ്റ വാക്കിൽ പൗലോസ് ശ്ലീഹ നൽകുന്ന ഉത്തരമാണ് 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. പല അമ്പരപ്പുകൾക്കും ജിജ്ഞാസകൾക്കുമുള്ള പൗലോസിന്റെ ഉത്തരം കൂടിയാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് പരീക്ഷ തർക്കശാസ്ത്രത്തിന്റെയും നീതിശാസ്ത്രത്തിന്റെയും റോമൻ താർക്കിക ശാസ്ത്രത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഒക്കെ എല്ലാ അറിവുകളും പകർന്നതിനു ശേഷം ശൗലിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു കുറിപ്പും കയ്യിലൊരു വാളുമായി ചിലർ അദ്ദേഹത്തെ ദമസ്കോസ് വഴി പറഞ്ഞു വിട്ടു. പക്ഷെ പിന്നീട് ഈ ശൗലിനെ പറ്റി പറഞ്ഞു വിട്ടവർ കേട്ടത് ഈ ശൗൽ പൗലോസായി രൂപാന്തരപ്പെട്ടു എന്ന. അവർ മുഖത്തോട് മുഖത്ത് നോക്കി എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ പാഠശാലയിൽ കൃത്യമായി ഞങ്ങൾ അഭ്യസിപ്പിച്ച് കയ്യിലൊരു പോക്കറ്റിലൊരു കുറിപ്പും കയ്യിലൊരു വാളുമായി പറഞ്ഞു വിട്ട ഈ ശൗൽ എന്ന യുവാവിന് എന്തുപറ്റി? അവർ പരസ്പരം മുഖത്തോട് മുഖത്ത് നോക്കി ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി. പക്ഷെ അവർക്കൊരു ഉത്തരം പൗലോസ് ശ്ലീഹ നൽകി, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു പോയി എന്ന്. വീണ്ടും തങ്ങളെ കൊന്നുമുടിക്കുവാനായി ഒരു മനുഷ്യൻ വാളുമായി പീഡനവുമായി പുറപ്പെട്ടു എന്ന് കേട്ട് യെരുശലേമിൽ നടുങ്ങി വസിച്ചിരുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു.
ഒരു കൂട്ടം ദൈവവിശ്വാസികൾ ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും പൗലോസിന്റെ വാളിനാൽ തകർക്കപ്പെട്ടുമെന്ന ആത്മഭീതിയാൽ വലഞ്ഞ ഒരു കൂട്ടം വിശ്വാസികൾ യെരൂശലേമിൽ ഉണ്ടായിരുന്നു. അവർ പിൻകാലത്ത് കേട്ടു തങ്ങളെ കൊല്ലുവാൻ കടന്നു വന്ന ശൗൽ പൗലോസായി മാറ്റപ്പെട്ടു. അവര് മുഖത്തോട് മുഖത്ത് നോക്കി എന്നാ സംഭവിച്ചത്? അവർക്കുള്ള മറുപടിയാണ് പൗലോസ് ശ്ലീഹായുടെ മറുപടി, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു എന്ന്. വീണ്ടും യെരൂശലേമിലെ അപ്പോസ്തലന്മാർ സാഗൂതം കേട്ടു. ക്രിസ്തു വിളിച്ച് വേർതിരിച്ച 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ഈ അനുഗ്രഹീതനില്ല. പക്ഷെ പിൻകാലത്ത് ഈ 12 പേർക്ക് തത്തുല്യനായ അപ്പോസ്തോലിക അധികാര പദവിയിലേക്ക് പൗലോസ് ഉയർത്തപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവർക്ക് പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷെ അവർക്കുള്ള ഉത്തരമായി പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു. ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. എന്നാണ് ഞാൻ പറഞ്ഞത്. പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യവാചകമായി എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിന് അപര്യാപ്തമായ ഒരു വാക്യമാണ് ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുന്ന അവസ്ഥ. പക്ഷെ ഇന്ന് ഈ പിടിക്കപ്പെടുക എന്ന പദം സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കാൻ പറ്റാമെന്ന പദം. കാലത്തിന്റെ ചരിത്ര പ്രയാണത്തിൽ പല പദങ്ങൾക്കും അപജയങ്ങളേറെ സംഭവിച്ചിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ പോലീസ് കള്ളനെ പിടിക്കുന്നു എന്ന് കേൾക്കുന്നത് കൊണ്ട്, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നത് കൊണ്ട്, കഞ്ചാവ് വേട്ട പിടിക്കപ്പെട്ടു എന്ന് കേട്ടതുകൊണ്ട് ഈ പിടിക്കപ്പെടുക എന്ന പദം ഇന്ന് അത് ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങളെ പലപ്പോഴും നൽകാത്തത് കൊണ്ട് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ മനോഹരമായ ഒരു തലമാണ് ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്നെ കരങ്ങളിലെടുത്തു എന്നാണ് അതിന്റെ ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനം. പൗലോസ് ശ്ലീഹ അതിന് ഉത്തരം നൽകുന്നു. ക്രിസ്തു എന്നെ കരങ്ങളിലെടുക്കുകയാണ്. ക്രിസ്തു കരങ്ങളിലെടുക്കുമ്പോൾ അതിനെയാണ് നാം മാനസാന്തരം എന്ന് വിളിക്കുന്നത്. അതിനെയാണ് മാനസാന്തരത്തിനൊരു ദൈവശാസ്ത്രമുണ്ടെങ്കിൽ അതിന് ആധാരമായി എടുക്കേണ്ടത് ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്നെ കരങ്ങളിലെടുത്തു എന്ന പ്രഖ്യാപനമാണ്. സാധാരണ വേദശാസ്ത്ര ചിന്തകന്മാർ പറയുന്നു, കൺവേർഷൻ റിഫ്ലക്ട്സ് ആൻഡ് ട്രാൻസ്ഫോം. രൂപാന്തരം പ്രതിഫലിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമാണ്. നമുക്കിന്ന് എന്തുകൊണ്ടോ മാനസാന്തരം ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു സർട്ടൻ ഇമോഷണൽ എൻറ്റിറ്റി. ചില വൈകാരിക തലങ്ങളിൽ മാത്രം നാം രൂപാന്തരത്തെ പറ്റി വാചാലമാകുമ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞു, കൺവേർഷൻ മീൻസ് ഇറ്റ്സ് റിഫ്ലക്ട്സ് ആൻഡ് ട്രാൻസ്ഫോം. അത് പ്രതിഫലിക്കുന്നതും അത് ജീവിതത്തിന്റെ തുടർമാന ചലനങ്ങളുമാണ്. ജീവിതത്തിലെ ആകമാനമായ ഒരു അവസ്ഥയാണ് ഈ മനസാന്തരം എന്ന് പഠിക്കുമ്പോൾ പൗലോസ് ശൗൽ എന്ന യുവാവ് പൗലോസിലേക്കുള്ള ദൂരം കണ്ടെത്തുമ്പോൾ ഇറ്റ് ഡെഫിനറ്റ്ലി റിഫ്ലക്ട്സ് ആൻഡ് ട്രാൻസ്ഫോം. ആ ജീവിതത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നു, ആ ജീവിതത്തിൽ അത് രൂപാന്തരപ്പെടുത്തുന്നു. 3 തരം റിഫ്ലക്ഷൻസ്. മാനസാന്തര ദൈവശാസ്ത്രത്തിലേക്ക് കടന്നു വന്ന പൗലോസിന്റെ ജീവിതത്തിൽ 3 തരം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഈ വേദഭാഗം പറയുന്നത് കമ്പിവാചകത്തിൽ പങ്കുവെച്ച് വാക്കുകൾക്ക് വിരാമമിടാം. ഒന്നാമതായി തന്റെ ജീവിതത്തെ പറ്റി അദ്ദേഹം തന്നെ സംസാരിക്കുന്നു. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം അവസാന ഭാഗം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നു. നമുക്ക് വളരെ പരിചിതമാണ്. ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു. പൗലോസിന്റെ വലിയ സാക്ഷ്യമാണ്, ഞാൻ അവന്റെ നിമിത്തം സർവവും ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. നമ്മൾ സൂചിപ്പിച്ചു, ഈ ശൗലിന് റോമൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ അവഗാഹ പാണ്ഡിത്യമുണ്ട്. നമുക്കറിയാം, റോം അത് കച്ചവടത്തിന്റെ ഈറ്റില്ലമായി എക്കാലവും അറിയപ്പെട്ടു. അതുകൊണ്ടാണ് എവരി റോഡ്സ് ലീഡ്സ് ടു റോം എന്ന പദപ്രയോഗം തന്നെ ചരിത്രത്തിലുണ്ടായത്. സാമ്പത്തിക മേഖലയുടെ കച്ചവടത്തിന്റെ ഈറ്റില്ലമായി പൗരാണിക കാലം മുതലേ അറിയപ്പെട്ട പട്ടണം റോം. ആ റോമന്റെ തത്വശാസ്ത്രം പലപ്പോഴും കമ്പോളത്തിന്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളാണ് പറയുന്നത്. അപ്പോൾ കമ്പോളത്തിന്റെ ലാഭനഷ്ടങ്ങളെ പറ്റി അവഗാഹ അറിവ് നേടിയ പൗലോസ് ശൗൽ ഇപ്പം പറയുന്നു, ഞാൻ എൻ്റെ ലാഭത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ തിരുത്തുകയാണ്. ഞാൻ എൻ്റെ ലാഭത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ തിരുത്തിയിട്ട് ഞാൻ കണ്ടെത്തുകയാണ്, അവൻ നിമിത്തം സർവവും ഛേദമെന്നെണ്ണുവാൻ, ചവറെന്നെണ്ണുവാൻ ഞാൻ തയ്യാറാവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൺവേർഷൻ റിഫ്ലക്ട്സ് ആൻഡ് ട്രാൻസ്ഫോം. രൂപാന്തരം എന്നുള്ളത് ഒന്നാമതായി അദ്ദേഹത്തിന്റെ ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ള ചിന്തകളെയാണ് മാറ്റിമറിക്കുന്നത്. A new criteria for gain and profit. ലാഭത്തെ പറ്റിയും നഷ്ടത്തെ പറ്റിയുമുള്ള പുതിയ ഉൾക്കാഴ്ചകൾ, പുതിയ അവബോധങ്ങളാണ് പൗലോസ് ശ്ലീഹായിൽ ഈ രൂപാന്തരം സൃഷ്ടിക്കുന്നത്. ഇതാണ്
ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് അനന്യാസിന്റെ പാഠശാലയിലേക്കുള്ള ദൂരം അവിടെയാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് അനന്യാസിന്റെ പാദപീഠത്തിലേക്കുള്ള മാറ്റം അതാണ്. ദാറ്റ് ഈസ് വാട്ട് വി മീൻ കൺവേർഷൻ. അതിനെയാണ് നാം രൂപാന്തരം എന്ന് വിളിക്കേണ്ടത്. അതാണ് രൂപാന്തരത്തിന്റെ ദൈവശാസ്ത്രം. ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ. നമുക്കറിയാം, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ എന്തെന്ന് അറിവുകൾ അദ്ദേഹം നേടി. ന്യായപ്രമാണങ്ങൾ അവഗാഹ പാണ്ഡിത്യം അദ്ദേഹം നേടി, അത് അറിവാണ്. റോമൻ നീതിശാസ്ത്രത്തെ പറ്റി അദ്ദേഹം അറിവുകൾ നേടി, അത് അറിവാണ്. തർക്കശാസ്ത്രത്തിലും മറ്റു പലതിലും അറിവുകൾ നേടി, അത് അറിവാണ്. പക്ഷെ അറിവിന്റെ കൂടെ ഒരു വാളുകൂടെ പൗലോസിന്റെ കരങ്ങളിലെത്തി. പ്രിയപ്പെട്ടവരെ, പുതിയ യുഗത്തിന്റെ അറിവുകളുടെ ഒരു അപകടകരമായ മുഖങ്ങളാണ്. നമുക്ക് ഒത്തിരി അറിവുകളുണ്ട്, ഈ സമൂഹത്തിന് ഒത്തിരി അറിവുകളുണ്ട്. പക്ഷേ അറിവുകൾ ലഭിച്ചവൻ ചാവേറുകളായി മാറുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. 18, 19, 20 വയസ്സ് ലഭിക്കുന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരി MBBS-കാരൻ കയ്യിൽ തോക്കുമായി, റിവോൾവറുമായി, ബോംബുമായി, ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്ന കിരാതനമായ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നു. അതുകൊണ്ട് അറിവുകൾ പലർക്കും ഭാരമായി മാറുന്നു. അറിവുകൾക്ക് നശീകരണ സ്വഭാവം കൈക്കൊള്ളുന്നു. അവൻ പുതിയ ലാഭത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുമ്പോൾ പൗലോസ് ലീഗ പറയുന്നു, ഞാനൊരു പുതിയ അറിവ്, the conversion reflects my personality. എന്റെ ജീവിതത്തിൽ ഈ രൂപാന്തരം ഒരു പുതിയ അറിവ് സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ക്രിസ്തു നിമിത്തം ഞാൻ സർവവും ചവറെന്ന് എണ്ണും. പ്രിയപ്പെട്ടവരെ, ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളെ പറ്റി സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് എപ്പോഴും എത്തുന്നത് യൗവനയുക്തരായ 2 മനുഷ്യരുടെ വിടവാങ്ങലാണ്. ഒന്ന് ചരിത്രത്തിൽ വായിക്കുന്നു, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. അനേകം രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി രാജ്യത്തിന്റെ ഭണ്ഡാരഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ പറഞ്ഞു, 2 കൈയും പുറത്തേക്കിടുക, ലോകത്തോട് വിളിച്ചു പറയുക, അലക്സാണ്ടർ ഒന്നും നേടിയില്ല എന്ന് ലോകത്തോട് പറയുക. രണ്ടാമത്തെ വിടവാങ്ങൽ യൗവനയുക്തയായ യേശുക്രിസ്തുവിൻ്റെതാണ്. 33 വയസ്സിൽ കാൽവറിയിൽ മരണത്തിന് വിധേയനാകുന്ന ക്രിസ്തു. പക്ഷെ 2 കരങ്ങളും, അലക്സാണ്ടറും 2 കരങ്ങൾ പുറത്തേക്കിട്ടു, ക്രിസ്തുവും 2 കരങ്ങൾ പുറത്തേക്കിട്ടു. പക്ഷെ അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ഒന്നും നേടിയില്ല എന്ന്. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഇതാ സകലവും പൂർത്തീകരിക്കപ്പെട്ടു. ഇതാണ് ക്രിസ്തുവിലേക്കുള്ള ദൂരം. പടയോട്ടങ്ങളും വലിയ സാധ്യതകളും കണ്ടെത്തിയ അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ഒന്നും നേടിയില്ല എന്ന്. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഞാൻ സകലവും പൂർത്തീകരിച്ചു എന്ന പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് നാം മാനസാന്തരം എന്ന് പേരിട്ട് വിളിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും അപകടങ്ങളായി മാറുന്ന ഒത്തിരി അറിവുകളുടെ ലോകത്ത് നാം ജീവിക്കുന്നു. എവിടെയോ ഒരു കവി പാടി വെച്ചു ഇങ്ങനെയാ, യന്ത്രങ്ങൾ നിർമ്മിച്ചു നാം സ്വയം യന്ത്രങ്ങളായി തീർന്നതുപോലെ. വിദ്യാഭ്യാസത്തിന്റെ പുതിയ തലങ്ങളിൽ പുതിയ സാധ്യതകളെ സൃഷ്ടിച്ച് യന്ത്രങ്ങൾ നിർമ്മിച്ചു നാം സ്വയം ഒരു യന്ത്രമായി തീർന്നതുപോലെ അവിടെ പലതും മറന്നുപോയി. അവിടെ ശാന്തി, അവിടെ ശാസ്ത്രം പഠിച്ചു നീ സ്വായത്തമാക്കി, നിശബ്ദമാം ശാന്തിതൻ മന്ത്രം മറന്നുപോയി. കവി പറയുന്നു, ശാസ്ത്രം പഠിച്ചു നീ സ്വായത്തമാക്കി, പക്ഷെ നിശബ്ദമാം ശാന്തിതൻ മന്ത്രം മറന്നുപോയി. ഒരുപക്ഷെ ഇന്ന് പൗലോസ് നമ്മെ ചില സത്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് കേരളത്തിന്റെ വലിയ ആരാധ്യനായ ശ്രീ KP അപ്പൻ നമ്മോട് പറഞ്ഞത്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല വിശ്വാസി, ദൈവമുണ്ട് എന്ന തിരിച്ചറിവിൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് വിശ്വാസി, ആ അറിവിൽ ജീവിക്കുന്നവനാണ് വിശ്വാസി എന്ന് അദ്ദേഹം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കൺവേർഷൻ റിഫ്ലക്ട്സ് ആൻഡ് ട്രാൻസ്ഫോം. നമ്മുടെ ജീവിതത്തിൽ അത് ഇങ്ങനൊരു തുടർമാന ചലനമാണ്, അത് ചില വൈകാരികതയല്ല. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ വിളി അതെന്തെന്ന് നാം തിരിച്ചറിയുന്നില്ല. വേദപുസ്തകത്തിൽ സുന്ദരമായൊരു മുഹൂർത്തമുണ്ട്, അത് ശൗമേൽ ബാലന്റേതാണ്. അൾത്താരയുടെ താഴെയാണ് ഈ ബാലൻ കിടന്നിരുന്നത്. അൾത്താരയുടെ താഴെ, ബലിപീഠത്തിന്റെ താഴെ, ത്രോണോസിന്റെ അടുക്കെ കിടക്കുന്ന ഈ കുഞ്ഞിനെ ദൈവം വിളിച്ചു. പക്ഷെ നമുക്കുള്ളൊരു പ്രതിസന്ധി ആ കുഞ്ഞിനും ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഇതാരാ വിളിച്ചതെന്ന് അറിഞ്ഞുകൂടാ. കുഞ്ഞ് ഈ വിളിക്ക് കാരണം തിരയുന്നത് എവിടെന്നറിയാമോ? ബലിപീഠത്തിന്റെ പുറത്ത്, ദേവാലയത്തിന്റെ പുറത്ത്. ഇത് വലിയ അപകടമാണ്. ത്രോണോസിന് മുമ്പാകെ, ബലിപീഠത്തിന് മുമ്പാകെ ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ, പക്ഷെ നാം അതിന്റെ ഉത്തരം കണ്ടെത്തുന്നത് പലപ്പോഴും ദേവാലയത്തിന്റെ പുറത്താ. അവിടെ ബ്രദർമാരും മറ്റു പലരും ഉണ്ടാകുന്നു എന്നത് ഒരു അപകടകരവും കൗതുകകരവുമായ യാഥാർത്ഥ്യമാണ്. ബലിപീഠത്തിലുണ്ടാകുന്ന വെളിപാടുകളുടെ ഉത്തരം, ബലിപീഠത്തിൽ നമ്മെ സ്വാധീനിക്കുന്ന വെളിപാടുകൾക്ക് ഉത്തരം നാം പലപ്പോഴും കണ്ടെത്തുന്നത് ബലിപീഠത്തിന്റെ പുറത്തായി കാണുവാൻ ആഗ്രഹിക്കുക. ആരാണ് എന്നെ വിളിച്ചത്?
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ പരിമല തിരുമേനിയെ പറ്റി ഓർക്കുമ്പോൾ തന്റെ വിളിയുടെ ഉത്തരം ബലിപീഠത്തോട് ചേർന്ന് നിന്ന് കണ്ടെത്തിയ ഒരു മുനുശ്രേഷ്ഠനാണ് അദ്ദേഹം. വിശുദ്ധ ബലിപീഠം പകരുന്ന ആ വിളിയുടെ അന്തസത്ത, അകക്കാമ്പ്, അകംപൊരുൾ, ഉൾക്കാഴ്ച അത് തിരിച്ചറിഞ്ഞ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാടുണ്ടാകാം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ ക്യാപിറ്റേഷൻ ഫീസ് ഉൾപ്പെടെ നൽകി പഠിപ്പിക്കുമ്പോൾ അവന് ലഭിക്കുന്ന സാലറിയെ പറ്റിയുള്ള, ലാഭത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അവന് ലഭിക്കുന്ന സഹധർമ്മിണി കൊണ്ടുവരുന്ന സ്ത്രീധനത്തെ പറ്റിയുള്ള മനോഹര കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. പക്ഷെ എന്നെ കേൾക്കുന്നവരെ, ഈ ലാഭത്തെ പറ്റിയുള്ള ചിന്താഗതി നാളെ കണ്ണുനീരായി പലരുടെയും ജീവിതത്തിൽ പരിണമിച്ച് വരുന്ന ദുരവസ്ഥ നമ്മുടെ മുമ്പാകെയുണ്ട്. ഇവിടെയാണ് കൺവേർഷൻ, റിഫ്ലക്സ് ആൻഡ് ട്രാൻസ്ഫോം. നാം ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെടും. ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് ഇന്നലെ വരെ ലാഭത്തെ പറ്റി കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ലാഭത്തെ പറ്റി ഒരു പുതിയ കാഴ്ചപ്പാടുണ്ട്. ആ പുതിയ കാഴ്ചപ്പാട് പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഒരു പുതിയ കാഴ്ചപ്പാടാണത്. ലോകത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും മരണത്തെ നോക്കിയത് ലാഭമെന്ന് വിശേഷിപ്പിച്ചില്ല. മരണത്തെ നോക്കിയത് ലാഭമെന്ന് വിശേഷിപ്പിച്ച അത്യുജ്വലമായ വേദശാസ്ത്രജ്ഞൻ, അത്യുജ്വനായ ദൈവവിശ്വാസിയാണ് പൗലോസ് ലീഗ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഒന്ന് ആലോചിച്ച് നോക്കിയ മാറ്റം. തല കൊയ്യുവാൻ പുറപ്പെട്ടവൻ സ്വന്തം തല കളയുന്ന അറിവ്, അനേകരെ തടവറയിലാക്കപ്പെടുവാൻ പുറപ്പെട്ടവൻ തടവറയിലാകുന്ന അറിവ്, അനേകരുടെ കണ്ണുനീരിന്റെ കാരണഭൂതനാകാൻ പുറപ്പെട്ടവൻ അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന അറിവ്, അനേകം പേരുടെ സംഹാരകനാകാൻ പുറപ്പെട്ടവൻ അനേകം ആളുകളുടെ സംരക്ഷകനായി മാറുന്ന അറിവ്. ഇറ്റ്സ് സംതിങ് റിമാർക്കബിൾ. അതിനെയാണ് നാം മാനസാന്തരം എന്ന് പേരിട്ട് വിളിക്കേണ്ടത്. സമയം എന്റെ മുമ്പിൽ ചുരുക്കമുള്ളത് കൊണ്ട് കൃത്യസമയം പാലിക്കണമെന്ന് എനിക്ക് ആത്മബോധമുള്ളത് കൊണ്ട് ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. പൗലോസ് ലീഗ പറഞ്ഞു, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ശൗൽ എങ്ങനെ പൗലോസായി മാറ്റപ്പെട്ടു എന്ന് അറിയാതെ കിടന്നവരോട് പറഞ്ഞു, ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. യെരൂശലേമിലെ വിശ്വാസികളോട് പറഞ്ഞു, ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. യെരൂശലേമിലെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ ഞാനത് പറയുക മാത്രമല്ല, ഇറ്റ്സ് റിഫ്ലക്ട് ഇൻ മൈ പേഴ്സണാലിറ്റി. എന്റെ വ്യക്തിത്വത്തിൽ അത് പ്രതിഫലിക്കുമ്പോൾ എനിക്ക് പുതിയ കാഴ്ചപ്പാടുണ്ടായി. ലാഭത്തെ പറ്റിയും നഷ്ടത്തെ പറ്റിയും എനിക്ക് പുതിയ കാഴ്ചപ്പാടുണ്ടായി. അതാണ് രൂപാന്തരം ഒരു മനുഷ്യന് സൃഷ്ടിക്കുന്ന ആദ്യ മാറ്റം. രണ്ടാമതായി, രൂപാന്തരം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന രണ്ടാമത്തെ മാറ്റം പൗലോസ് ലീഗ തന്നെ പറയുന്നു. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല ഞാൻ പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമാണിത്. നമ്മുടെ ആത്മീയത ഇന്ന് ഒരു പിടി പൊങ്ങച്ചങ്ങളുടെ ലോകത്ത് ജീവിക്കുകയാണ്. അപകടകരങ്ങളായ ഒത്തിരി പൊങ്ങച്ചങ്ങളുടെ നടുവിൽ ആധ്യാത്മികത നൽകുമ്പോൾ we are still living in the midst of certain false prestiges. പൊള്ളയായ അഭിമാന വിഷയങ്ങളുടെ മധ്യത്തിലാണ് നാം ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് ലീഗ പറയുന്നു, എനിക്ക് ഒത്തിരി അഭിമാന വിഷയങ്ങൾ ഞങ്ങൾ മുമ്പാൽ പങ്കുവെക്കാനുണ്ട്. ഞാൻ എബ്രായിൽ നിന്ന് ലഭിച്ച എബ്രായനാണ്, ഗമാലിയേലിന്റെ ശിഷ്യനാണ്, ഉന്നതനായ ഒരു പരീശനാണ്, ബെന്യാമിൻ ഗോത്രത്തിന്റെ അവകാശം എനിക്കുണ്ട്. അങ്ങനെ ഒത്തിരി അഭിമാന വിഷയങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്ന് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനെന്നോ എന്ന പ്രഖ്യാപനം എനിക്കില്ല. രണ്ടാമതായി എനിക്ക് തോന്നുന്നു, കൺവേർഷൻ ഇറ്റ് ഓവർകംസ് അവർ ഫോൾസ് പ്രസ്റ്റീജിയസ്. പൊള്ളയായ അഭിമാന വിഷയങ്ങളാണ് പലപ്പോഴും ക്രിസ്തുവിലേക്ക് വരുവാൻ നമുക്ക് തടസ്സങ്ങളായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, അനന്യാസിന്റെ പാഠശാലയിൽ തകർന്നുപോയത് പൗലോസ് ലീഗായുടെ ഈ പൊള്ളയായ അഭിമാന വിഷയമാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ രണ്ടു കാര്യങ്ങൾ പറയും. ആയി കഴിഞ്ഞു എന്ന ചിന്തയാണ് പാപം. ആയി തീരാനുള്ള സാധ്യതയുടെ നിഷേധിക്കലാണ് തെറ്റ്. ഒന്നുകൂടെ പറയാം, ആയി കഴിഞ്ഞു എന്ന ചിന്തയാണ് പാപം. ദാറ്റ് ഈസ് വാട്ട് ഈസ് സിൻ. ആയി തീരാനുള്ള സാധ്യതയുടെ നിഷേധിക്കലാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് മിസ്റ്റേക്ക്. അത് വളരെ കൃത്യമായി പിതാക്കന്മാർ നിർവചിച്ചു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിൻ ആൻഡ് മിസ്റ്റേക്ക്? പിതാക്കന്മാർ പറഞ്ഞു, ആയി കഴിഞ്ഞു എന്ന മനുഷ്യന്റെ ചിന്തയാണ് പാപം.
എന്തെങ്കിലും ആയിത്തീരാനുള്ള സാധ്യതയുടെ നിഷേധമാണ് തെറ്റ് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു കരങ്ങളിലെടുക്കുവാൻ തടസ്സമായി നിൽക്കുന്ന അഭിമാന വിഷയങ്ങളുണ്ടെങ്കിൽ, പൊള്ളയായ അഭിമാന വിഷയങ്ങളുണ്ടെങ്കിൽ, ഈ രാത്രി കൺവേർഷൻ, റിഫ്ലക്ഷൻ, ട്രാൻസ്ഫോം, രൂപാന്തരം നമ്മൾ ചില മാറ്റത്തിന് വിധേയമാകണം. 3 പൊള്ളയായ അഭിമാന വിഷയങ്ങൾ പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്നു. 1, ന്യായപ്രമാണത്തിന്റെ വിഗ്രഹവൽക്കരണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കറിയാം, ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് വള്ളി പുള്ളി വിടാതെ ഇത് വ്യാഖ്യാനിക്കാൻ പഠിച്ചവനാണ് ശൗല്. പക്ഷെ എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത്, ന്യായപ്രമാണം അത്ര ഗൗരവത്തോടെ അരച്ചു കുടിച്ച ശൗലിന് കയ്യിൽ വാളെടുക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള പലരും ഇപ്പോൾ ഉണ്ട്. അവരോടാണ് സഭയുടെ പോരാട്ടം. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. ന്യായപ്രമാണം അരച്ചു കടിച്ചു കുടിച്ചു എന്ന് അഭിമാനപ്പെട്ട ശൗലിന് കയ്യിൽ ഒരു വാളെടുക്കുവാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല. ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയതയുടെ അപകടങ്ങളാണ്. വിശുദ്ധ കുർബാനയിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന നാം, ഉദാശാനുഷ്ഠാനങ്ങളുടെ സഹയാത്രികരാകുന്ന ഞാനും ഞങ്ങളും പല മേഖലകളിലും ന്യായപ്രമാണം നമുക്ക് ഒരു വിഗ്രഹമായി മാത്രം മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് റിഫ്ലക്സ്, ഇറ്റ്സ് നോട്ട് ട്രാൻസ്ഫോം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തുന്നില്ല. അത് അപകടകരമായ അവസ്ഥയാണ്. 2, പൗലോസിന്റെ അപകടം, സ്വയ നീതീകരണ പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താവായിരുന്നു ഇന്നലെ വരെ ശൗൽ. നമുക്കറിയാം, ഒന്നാന്തരം ഒരു പരീശനാണ് ശൗൽ. പരീശന്മാരെ പറ്റി ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. അതിൽ ഒന്നാന്തരം അഗ്രഗണ്യനായ ഒരു മനുഷ്യനാണ് പൗലോസ്. മറ്റാരെയും അംഗീകരിക്കാതെ കഴിഞ്ഞില്ല. പക്ഷെ ഈ പൗലോസ് അരയോപക്കുന്നിലെ അജ്ഞാത ദേവന്മാരെ ആരാധിക്കുന്ന ആളുകളുടെ ആത്മീയരെ പോലും, അതിൽ പോലും അവരോട് പോലും ഉൾക്കൊള്ളാനുള്ള മനോഭാവത്തിലേക്ക് പിൻകാലത്ത് പൗലോസ് വളരുകയാണ്. ഇതാ ഞാൻ പറയാൻ ശ്രമിച്ചത്. കൺവേർഷൻ, റിഫ്ലക്ഷൻ, ട്രാൻസ്ഫോം, രൂപാന്തരം, അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. 3ാമതായി അദ്ദേഹത്തിന്റെ ജഡത്തിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞല്ലോ. 8ാം ദിവസത്തെ പരിച്ഛേദന, എബ്രായിൽ നിന്ന് ലഭിച്ച എബ്രായൻ, ബെന്യാമിൻ ജന്മം, പരീക്ഷ, ശുഷ്കാന്തി എല്ലാം ഉണ്ട്. പക്ഷേ രൂപാന്തരത്തിന് ശേഷം പൗലോസ്ലീഹ പറയുന്നു, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിങ്കിലല്ലാതെ മറ്റൊരിടത്തും എനിക്ക് പ്രശംസിപ്പാനില്ല. എനിക്ക് ഒത്തിരി പ്രശംസിപ്പാനുണ്ടെങ്കിലും എന്റെ രൂപാന്തരം എന്നെ പഠിപ്പിക്കുന്നു, എന്റെ മാനസാന്തര ജീവിതം എന്നെ പഠിപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിങ്കിലല്ലാതെ മറ്റൊരിടത്തും എനിക്ക് പ്രശംസിപ്പാനില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നു രാത്രി ഈ പരിശുദ്ധന്റെ പാദപീഠത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി പൊള്ളയായ അഭിമാന വിഷയങ്ങളുണ്ട്. അത് മർത്തോമാസ്ലീഹ നമ്മുടെ പൂർവ്വ ജന്മ ആൾക്കാരെ മാമോദീസ മുക്കി എന്ന നമ്മുടെ ആത്മബോധമാകാം, കുടുംബത്തിലുള്ള വൈദിക സാന്നിധ്യമാകാം, മേൽപ്പെട്ട സ്വാധീനമാകാം, അപ്പനപ്പൂപ്പന്മാർ കൊടുത്ത കൊടിമരത്തിന്റെ പ്രശോഭയാകാം, അപ്പനപ്പൂപ്പന്മാർ കൊടുത്ത ഓഡിറ്റോറിയത്തിന്റെ പ്രശോഭയാകാം, അപ്പൻ കൊടുത്ത പള്ളിക്കുള്ള സ്ഥലവുമാകാം. യെസ്, ദാറ്റ് ഓൾ ആർ സർട്ടൻ പ്രസ്റ്റീജ്. അത് അഭിമാന വിഷയമാണ്. പക്ഷെ എവിടെയാണ് ക്രിസ്തു? എവിടെയാണ് ക്രിസ്തു ദർശനങ്ങൾ? എവിടെയാണ് ക്രിസ്തു കരങ്ങളിൽ നാം ഏൽപ്പിക്കപ്പെടുക? എപ്പോഴാണ് ക്രിസ്തു കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുക? എങ്ങനെയാണ് ക്രിസ്തു കരങ്ങളിൽ ഏൽക്കപ്പെടുക? ഇതിനുത്തരം പൗലോസ്ലീഹ പറഞ്ഞു, യെസ്, ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. സമയം പരിമിതം, അതുകൊണ്ട് 3ാമത്തെ മേഖലയിലേക്കും ഞാൻ എത്തട്ടെ. 3ാമതായി പൗലോസ്ലീഹ നമ്മൾ സംസാരിക്കുന്നു തന്റെ മാനസാന്തര ജീവിതത്തെ പറ്റി, മാനസാന്തരം തന്നിൽ പറ്റിയ മാറ്റത്തെ പറ്റി. ഫിലിപ്പി ലേഖനം 3ാം അധ്യായം അതിന്റെ 15ാമത്തെ വാക്യം, ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഐ ആം സ്റ്റിൽ ഓൺ ദ റൈസ്. ഞാൻ ലാക്കിലേക്ക് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അത് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനൊരു പുരോഹിതനായിട്ട് 12 വർഷമായുള്ളൂ. പക്ഷെ പലപ്പോഴും ഒത്തിരി തിരക്കുകളുടെയൊക്കെ മധ്യത്തിലും മറ്റു പലതിൻ്റെയും മധ്യത്തിലും ചിലപ്പോൾ ചില കർമ്മങ്ങളുടെ യാന്ത്രികത, അനുഷ്ഠാനങ്ങളുടെ യാന്ത്രികത, പ്രവർത്തനങ്ങളുടെ യാന്ത്രികത എന്നെ ഭരിച്ചിട്ടുണ്ട്. അത് ഈ പരിമലയിൽ തുറന്നു പറയുന്നതിൽ എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല, കുറ്റബോധം മാത്രമേ ഉള്ളൂ. ഒരു യാന്ത്രികത എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ തേടി കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ്, ഈ തിരക്കുകൾ മാത്രമല്ല, പീഡനങ്ങളുടെ പരമ്പര തന്നെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 2 മേഖലയിൽ പറയാം. ബോത്ത് ദ എക്സ്റ്റേണൽ ക്രൈസിസ് ആൻഡ് ഇന്റേണൽ ക്രൈസിസ്. 2 തരം പ്രതിസന്ധികൾ പൗലോസ്ലീഹയ്ക്ക് നേരിടേണ്ടി വരുന്നു. നമുക്കറിയാം എന്താണ് ബാഹ്യം. അദ്ദേഹം കല്ലെറിയപ്പെട്ടു, അദ്ദേഹം പ്രകരിക്കപ്പെട്ടു, അദ്ദേഹം കപ്പലട അപകടത്തിൽ പെട്ടു,
കൊള്ളക്കാരാൽ പിടിക്കപ്പെട്ടു, കപടസാക്ഷികൾ സാക്ഷ്യം പറഞ്ഞു, പീഡകന്മാർ തടവറയിലാക്കപ്പെട്ടു. ചെയിൻ ഓഫ് ക്രൈസിസ്, അബണ്ടൻസ് ഓഫ് ക്രൈസിസ്, ഒരു പീഡനങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് ആ ജീവിതത്തിൽ. പക്ഷെ പൗലോസ് പറഞ്ഞു, ഐ ആം സ്റ്റിൽ ഓൺ ദ റൈസ്. ഞാൻ ഇന്നും എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നു. എന്താണ് ഇന്റേണൽ പ്രോബ്ലംസ്? നമുക്കറിയാം, യെരുശലേമിലെ അപ്പോസ്തലന്മാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പത്രോസ് അപ്പോസ്തലനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ബർന്നബാസുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഭാഗ്യവും ആന്തരികവുമായ ഒത്തിരി പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ പൗലോസ് കടന്നു പോകുമ്പോൾ ആർക്കും മടുപ്പുണ്ടാകും. തീർച്ചയായും ആർക്കും മടുപ്പ് ഉളവാക്കാവുന്ന ദർശനമാണ്. പക്ഷേ പൗലോസ് പറഞ്ഞു, ഐ ആം സ്റ്റിൽ ഓൺ ദ റൈസ്. ഞാൻ ലക്ഷ്യം മറന്നു പോകുന്നില്ല, ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം പ്രയാസങ്ങളുടെ നടുവിൽ എനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, എന്നെ കൊണ്ട് ഓടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഉറങ്ങാൻ പോലും കഴിയില്ല. അതാണ് എൻ്റെ ഉത്തരം. ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ എനിക്ക് ഓടാൻ പോയിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? സംരക്ഷണ ചുമതല നമുക്ക് ബോധ്യമുള്ള ആളുകളെ ഏൽപ്പിക്കാൻ ആദ്യം നാം ശീലിക്കണം. നമുക്ക് ബോധ്യമുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നെഴുന്നേൽക്കും. ഏൽപ്പിച്ച ആളെ പറ്റി നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നല്ല കാരണമാണ്. യേശുക്രിസ്തു ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രയോജനമുണ്ട്. നമ്മൾ ഭൗതികനായ അഭിയുന്ന തിരുമേനി ഞങ്ങളൊക്കെ ഉറങ്ങുന്നവരാണ്. തിരുമേനി ഒന്ന് കാണണമെങ്കിൽ നേരത്തെ ഞാൻ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ചോദിക്കും. കാരണം തിരുമേനി എപ്പോഴാ ഉറങ്ങുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ക്രിസ്തുവിനെ കാണാൻ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല. കാരണം കർത്താവ് ഉറങ്ങുന്നില്ല, എപ്പം വേണമെങ്കിലും കാണാം. അതൊരു വലിയ പ്രത്യേകതയാണ്. കർത്താവിനെ ഉണർത്തേണ്ട ആവശ്യമില്ല. അത് ഉറങ്ങുന്നില്ല എന്ന ബോധ്യം നമുക്ക് തിരിച്ചറിയണം. ആ ബോധ്യമല്ലേ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ദൈവജനം, അതിൽ ഒരുത്തൻ പോലും സൺബേൺ കൊണ്ട് മരിച്ചില്ല, സൂര്യാഘാതം കൊണ്ട് ഒരുത്തൻ പോലും മരിച്ചില്ല. കയ്യിലിരിപ്പ് കൊണ്ട് പലരും മരിച്ചു, അത് യാഥാർത്ഥ്യം. പക്ഷെ ഒരിക്കൽ പോലും സൂര്യാഘാതം കൊണ്ട് ആരും മരിക്കുന്നില്ല എന്ന് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി പൗലോസ് പറയുന്നു, മടുപ്പിന്റെ അതിജീവനമാണ് പൗലോസ് ലീഗ നൽകുന്നത്. ഇവിടെ കുടുംബസ്ഥരായ പലരുമുണ്ട്. കുടുംബജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വല്ലാത്ത മടുപ്പിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. വിദ്യാർത്ഥികൾ എന്നെ ധാരാളമായി കേൾക്കുന്നുണ്ട്. പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ സിലബസുകളും പാഠ്യവിഷയങ്ങളും ഒക്കെ നമുക്ക് പലപ്പോഴും മടുപ്പുകളായി മാറാറുണ്ട്. എൻ്റെ പ്രിയ സെമിനാരിയിലെ കുഞ്ഞനീയന്മാർക്ക് ഉൾപ്പെടെ അവർക്കും പലപ്പോഴും ഇത് യാന്ത്രികതയായി മാറാറുണ്ട്. ഇത് എന്താണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. ഈ യാന്ത്രികതയ്ക്ക് പരിഹാരമായിട്ടാണ് പൗലോസ് ലീഗ പറയുന്നത്, കൺവേർഷൻ റിഫ്ലെക്സ് ആൻഡ് ട്രാൻസ്ഫോം. എന്നിലത് ഓരോ നിമിഷവും മാറുകയാണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം. 22-ാം സങ്കീർത്തനം എന്നെ സുന്ദരമായി സ്വാധീനിച്ചിട്ടുണ്ട്. 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ദാവീദ് വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. 2-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറഞ്ഞു, നീ എനിക്ക് ഉത്തരമരുളാത്തതെന്ത്. പക്ഷെ അതേ സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ അതേ ദാവീദ് പറയുന്നു, നീ എന്റെ നേരെ മുഖം തിരിച്ചു കളയുന്നില്ല. ഇത് വളരെ തിരിച്ചറിവാണ്. എന്നെ കൈവിട്ടതെന്ത് എന്ന് വിലപിക്കുന്ന, എനിക്ക് ഉത്തരമരുളാത്തതെന്ത് എന്ന് വിലപിക്കുന്ന ദാവീദ് തിരിച്ചറിയുന്നു, നീ എന്നെ കൈവിടാതെ സ്നേഹിക്കുന്ന, മാറ്റമില്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ ആ തിരിച്ചറിയും. ഒത്തിരി മടുപ്പൊക്കെ ഉണ്ടാകാം. പക്ഷെ പൗലോസിനെ പോലെ പറയാം, ഐ എം സ്റ്റിൽ ഓൺ ദ റൈസ്, ഐ എം സ്റ്റിൽ ഓൺ ദ എയിം. ഞാൻ ഇന്നും ലക്ഷ്യത്തിന് ആധാരമായി സഞ്ചരിക്കുന്നവനാ. ആ ഒരു ബോധ്യം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ നാം തിരിച്ചറിയണം, ചുട്ടുപഴുത്തു കിടന്ന കല്ലിൽ നിന്നാണ് ദൈവം തന്റെ ജനത്തിന് ദാഹജലം ഒരുക്കിയത്. കാലവർഷം പൊട്ടിവിടരുന്ന, ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്ന, ആകാശത്തിൽ നീർച്ചാലുകൾ സൃഷ്ടിച്ചാണ് ദൈവം അവർക്ക് മന്നയും ആഹാര സാധനങ്ങളും നൽകിയത്. യെസ്, ഇഫ് ഹി സ്റ്റിൽ ഓൺ ദ റേസ്, ദൈവത്തിന്റെ വലിയ സാധ്യതകളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. സമയം 2 മിനിറ്റൂടെ അത് പറഞ്ഞു നിർത്തട്ടെ. സന്യാസി പിതാവായ ജെറോമിന്റെ ജീവിതത്തിലെ സുന്ദരമായ ഒരു ദർശനമുണ്ട്. ജെറോമിന്റെ തപസ്സിനൊടുവിൽ ദൈവം അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അവിടെ ജെറോം ക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? ക്രിസ്തു പറയുന്നൊരു മറുപടി, വിൽ യു ഗീവ് യുവർ ടെംപ്റ്റേഷൻ, നിന്റെ പ്രലോഭനങ്ങളെ നീ എനിക്ക് തരുമോ? ജെറോം അത്ഭുതത്തോട് ചോദിക്കുന്നു, വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് മൈ ടെംപ്റ്റേഷൻ?
എന്റെ പ്രലോഭനങ്ങൾ കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ ആശങ്കകൾ കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ പ്രതിസന്ധികൾ കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ പ്രയാസങ്ങൾ കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ ജീവിതത്തിലെ മടുപ്പുള്ള അവസരങ്ങൾ കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്? ക്രിസ്തു പറയുന്ന മറുപടി സുന്ദരമാണ്. I will burn those temptations with my burning fire of life. I am burn those temptations with my burning fire of love. Will you give my temptation? നീ നിന്റെ പ്രലോഭനങ്ങളെ എനിക്ക് തരുമ്പോ, നിന്റെ വേദനകളെ എനിക്ക് തരുമ്പോ, നിനക്കുള്ള സകലത്തെയും എനിക്ക് തരുമ്പോ, നിന്റെ നഷ്ടബോധങ്ങളെ എനിക്ക് തരുമ്പോ, നിന്റെ നഷ്ടവസന്തങ്ങളെ എനിക്ക് തരുമ്പോ, നിന്റെ ഇല്ലായ്മകളെ എനിക്ക് തരുമ്പോ, നിന്റെ നിസ്സഹായത എനിക്ക് തരുമ്പോ, ജീവിതത്തിന്റെ നഷ്ടകൂമ്പാരങ്ങളെ എനിക്ക് തരുമ്പോൾ, I will burn those temptations. ഞാൻ ആ പ്രലോഭനങ്ങളെ തീക്കു സമാനമായി കത്തി നശിപ്പിക്കുവാനും വിത്ത് മൈ ബേണിംഗ് ഫയർ ഓഫ് ലൈഫ്, എൻ്റെ ആ സ്നേഹത്താൽ മാറ്റുവാനും കഴിയണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് തിരിച്ചറിയേണ്ടത്. 4 സുവിശേഷം വേദപുസ്തകത്തിലുണ്ട്, പക്ഷെ 5ാമതൊരു സുവിശേഷം ജീവിതത്തിലുണ്ടാകണം. 4 സുവിശേഷങ്ങൾ വേദപുസ്തകത്തിലും 5ാമത്തെ സുവിശേഷം നമ്മുടെ ജീവിതവുമായി മാറുമ്പോഴാണ് വചനം മനോഹരവും ജഡവുമായി പാർക്കുന്നത്. 4 മനോഹര സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ജീവിതം ഒരു സുവിശേഷമായി മാറുന്ന ആ തലങ്ങളെ നാം തിരിച്ചറിയുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിനെയാണ് പൗലോസ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ അഗ്നികുണ്ഡത്തിനോ പെരുംവെള്ളത്തിന്റെ ഇരമ്പലിനോ ഇരച്ചിലിനോ നശിപ്പിക്കുവാൻ കഴിയാത്ത ഒരു തലമാണ്. ഞാൻ എൻ്റെ ചിന്തകളെ കൃത്യമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, പൗലോസ് തന്റെ സാക്ഷ്യത്തിന് ആധാരമായി പറഞ്ഞു, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടു. ഐ ആം ഹോൾഡ് ഓൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. അവിടെ പറഞ്ഞു, മാനസാന്തരം ഒരു വൈകാരികതയല്ല, ഇറ്റ് റിഫ്ലക്ട്സ് ആൻഡ് ട്രാൻസ്ഫോം. ജീവിതത്തിൽ തുടർമാന ചലനം. 3 മാറ്റങ്ങൾ പറഞ്ഞു. ഒന്ന്, പൗലോസിന്റെ ലാഭനഷ്ടങ്ങളെ പിന്നെ കാഴ്ചപ്പാടുകളെ അത് കീഴ്മേൽ മറിച്ചു. പൗലോസിന്റെ പൊള്ളയായ അഭിമാന വിഷയങ്ങൾ ഇത് തിരുത്തി എഴുതി. പൗലോസിന്റെ മനസ്സിന്റെ മടുപ്പിനെ അത് കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കി നിൽക്കുവാൻ ദൈവത്തിന്റെ കൃപയും മനസാന്തരവും അദ്ദേഹത്തെ സഹായിച്ചു തിരിച്ചറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പാതയിൽ മുന്നേറുവാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ ദൈവത്തിന്റെ അതിപരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഈ വേദി എനിക്കായി ഒരുക്കി തന്ന പരിമല സെമിനാരി കൗൺസിലിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചു വാക്കുകൾ ചുരുക്കുന്നു.